ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ക്ഷേത്രദർശനം, ജപധ്യാനാദികൾ, ദാനധർമാദികൾ, ഇത് മൂന്നുമാണ് ഭാരതീയമായിട്ടുള്ള പരിഹാരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം അറിയാം. അതിൽ തന്നെ ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം. സമർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ ജപിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് ആ രീതിയിൽ ഒരുങ്ങുകയുള്ളൂ. ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ ഭഗവാനോട്, അവിടെ ദേവചൈതന്യം എന്നാണ് നമ്മൾ പറയുക, കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് സ്വാംശീകരിക്കാനായിട്ടുള്ള, റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഒരു ഒരുങ്ങുക എന്നുള്ള ഒരു അവസ്ഥയാണ് നാമജപം കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പലതും അങ്ങനെ സാധിച്ചെടുക്കുവാൻ കഴിയുമെന്ന് അനുഭവസ്ഥർ തന്നെയാണ് പറയുന്നത്. നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. അപ്പോൾ ദാനധർമാദികൾ കൂടിയുണ്ട്. ദാനം എന്താണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് ദാനമായിട്ട് കൊടുക്കുക. അന്നദാനം മഹാദാനം എന്നുള്ളതാണ് പ്രമാണം. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇത് ചാരവശാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങൾ എവിടെയാണ്? നമ്മൾ ജനിച്ചപ്പോഴുള്ള ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച്, ഇപ്പോൾ മേടം രാശിയിലാണോ ജനിച്ചത്, ഇടവം രാശിയിൽ, അതിനനുസരിച്ച് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കിയിട്ടാണ് ഫലം പറയുന്നത്. അപ്പോൾ അതിന് ഒരു കുറച്ച് പ്രാധാന്യമുണ്ട്, 50% പ്രാധാന്യമുണ്ട്. എന്നാലും അടിസ്ഥാനപരമായിട്ട് ഗ്രഹനിലയ്ക്കാണ്, അതായത് ജാതകത്തിനാണ് പ്രാധാന്യം. ജാതകത്തിൽ ഇപ്പോൾ ധനസ്ഥാനത്തിന് 2 ബലമുണ്ടോ, ലാഭസ്ഥാനത്തിന് ബലമുണ്ടോ, 11ാം ഭാവത്തിന് ബലമുണ്ടോ എന്നുള്ള കാര്യത്തിനാണ് പ്രാധാന്യം. അതനുസരിച്ചിട്ടായിരിക്കും ഫലങ്ങൾ വരിക. എങ്കിലും ആ പരിഹാരങ്ങൾ, ആ ഫലങ്ങളുടെ പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുകൂലമായാലേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് അടിസ്ഥാന ജാതകത്തിൽ ഇപ്പോൾ ദശാപഹാരങ്ങൾ എന്താണ്, ഗ്രഹനിലയിൽ എന്തിനാണ് ശക്തി, എന്തിനാണ് ശക്തിക്കുറവ് എന്നൊക്കെ അറിഞ്ഞ് അതിന് കൂടി പരിഹാരം ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചു പോകുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയാം. ഇനി രാശിഫലത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. പ്രമോഷൻ ഉണ്ടാകാം, ശമ്പള കൂടുതലുണ്ടാകാം, വസ്തു ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരാം, വാസസ്ഥാനം മാറാനുള്ള സാധ്യതയുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വരുവാനോ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പണം വന്നു ചേരാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നറിയാം. എന്നാൽ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. രൂക്ഷമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. വളരെ വേണ്ടപ്പെട്ടവരോട് ചിലപ്പോൾ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ പിന്നീട് വൈകാരിക പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള സാധ്യത ഏറെയാണെന്നും അറിയാം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത സമയം തന്നെയാണ്. യോജിച്ച വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയമൊക്കെ നടക്കുവാനും ഭാഗ്യമുള്ള വാരമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. വിദ്യാഭ്യാസത്തിനും ഉയർച്ച ഈ വാരം കാണുന്നുണ്ട്. ഒരു ഓറിയൻറ്റേഷനോടുകൂടി നീങ്ങുന്നത് കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, ഭദ്രകാളി പ്രാർത്ഥനയാണ് ഉത്തമം എന്നുള്ള കാര്യം അറിയാം. ഭദ്രകാളി സ്തോത്രം ജപിക്കാവുന്നതാണ്. ഭദ്രാംബിക അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ അലച്ചിലും ചെറിയ ക്ലേശങ്ങളുമൊക്കെ വരാം. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഒരു പ്രായം കഴിഞ്ഞ ഒരു വീഴ്ച, അങ്ങനെ മുറിവ്, അതിനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് യാത്രകളൊന്ന് കുറച്ചുകൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ അസമയത്തുള്ള യാത്ര ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയാലും ചെറുപ്പക്കാരായാലും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക.
കൂട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ഈ സെലിബ്രേഷൻസിനുമൊക്കെ ഒരു നിയന്ത്രണം ഈ വാരം പാലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു നിയന്ത്രണം വേണം. അവിടെ നമ്മൾ സോഷ്യലൈസേഷനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതും പഠന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് തന്നെയാണ് കാണുന്നത്. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു വാരം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് മധ്യമമാണ്. അല്പം ഒരു ദൈവാധീനക്കുറവുള്ളതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ ജാതകപ്പൊരുത്തമൊക്കെ നോക്കി കാരണവസ്ഥാനീയരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അറിയുക. അതുപോലെ പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ല വാരമല്ല. ആഡംബരങ്ങൾ ലഭിക്കാനുള്ള പുതിയ വസ്ത്രം, ആഭരണമോ എന്തെങ്കിലും കോസ്റ്റ്ലി പ്രസൻസോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. അനുകൂലമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന ലഭിക്കും. ഇപ്പോൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യം, പുതിയ പാർട്ട്നേഴ്സ്, ഇപ്പോൾ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും, അതായത് ചിലവാകാണ്ട് കിടക്കുന്ന ഐറ്റംസൊക്കെ കുറച്ച് സെയിലായി പോകാനുള്ള ഭാഗ്യമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തരക്കേടില്ലാത്ത സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഏജൻസൊക്കെ ഈ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് വരാനുള്ള നമ്മുടെ എഫേർട്ട് വേണം കേട്ടോ. അപ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഈ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷമുള്ള ജാതകമാണ്. വളരെ കാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ട് ശരിയാകുന്നില്ല എന്നുള്ളവർക്ക് ഈ വാരം അനുകൂലം തന്നെയാണ്. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ജോലി മാറുവാനുള്ള ഭാഗ്യവും ജോലിയിലൊരു ഉയർച്ചയ്ക്കുള്ള യോഗവും, പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാൻ അല്ലെങ്കിൽ എക്സാംസിൽ ക്വാളിഫൈ ചെയ്യാൻ, സ്കൂളിലോ കോളേജിലോ ചെറിയ നേട്ടങ്ങൾ, ഒരു റെക്കഗ്നിഷനൊക്കെ നേടുവാനും, കല, സിനിമ, TV, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും അവാർഡോ അംഗീകാരമോ ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. എന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കണം. സംസാരം നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല നേട്ടങ്ങളും സംസാരം കൊണ്ടുണ്ടാകുമെങ്കിൽ തന്നെയും അവിചാരിതമായിട്ട് വാക്കുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഓഫീസിലും ഗൃഹത്തിലും കാണുന്നുണ്ട്. അതുകൊണ്ട് സംസാരം നിയന്ത്രിക്കുക. യുക്തിയോടുകൂടി സംസാരിക്കുവാനും യുക്തിയോടുകൂടി പെരുമാറുവാനും ബിസിനസ് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുവാനുമായിട്ടൊക്കെ സരസ്വതി സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ദേവി നാവിലുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരുകയും ചെയ്യും. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ചില നേട്ടങ്ങൾ വന്നു ചേരുന്ന വാരമാണ് എന്നുള്ളതാണ്. ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് വിവാഹം, അല്ലെങ്കിൽ വസ്തുവിൻ്റെ വിൽപ്പന, അല്ലെങ്കിൽ വാങ്ങുക, വീടൊന്ന് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ വാഹനമൊന്ന് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങുക, എക്സ്ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് എന്നൊക്കെ പറയുമല്ലോ, അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലുമുണ്ട്. ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ പല ഉയർച്ചയും വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ബിസിനസ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള മീറ്റിങ്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ കർക്കിടകം രാശിക്ക് കുറേ കാലമായിട്ട് ഈ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുണ്ട്. അധിക ചെലവും വരുമാനത്തിൽ കുറവും ഉള്ളതുകൊണ്ട് അവർ പലതരത്തിൽ കർക്കിടകം രാശിക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടപ്പാട് തന്നെയായിരിക്കണം അനുഭവിച്ചിരുന്നത്. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് വന്നിരിക്കാം. ആ ആത്മവിശ്വാസക്കുറവ് അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ വാരം അനുകൂലമായിട്ടുള്ള ഫലങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ വന്നു ചേരുമ്പോൾ നമ്മൾ അല്പം അശ്രദ്ധ കാണിച്ചാൽ അവസരങ്ങൾ അങ്ങ് നീങ്ങിപ്പോകാം. കാരണം കുറച്ചു കാലമായിട്ട് നമ്മുടെ അവസരങ്ങൾ
വേണ്ട രീതിയിൽ നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലോ ഇതങ്ങോട്ട് ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി നമ്മളൊരു കാര്യത്തെയും സമീപിക്കരുത്. കാരണം വിജയത്തിൻ്റെ ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹനുമാൻ സ്വാമിയാണ് അതിനുള്ള ഉത്തരം. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ ചാലീസ ദിവസവും ജപിക്കുക. അതിൽ കൂടുതൽ എന്ത് വേണം? ആ ശക്തി നമ്മളിലേക്ക് വന്നു ചേരും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമ്മളിലുണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. പൊതുവെ ടെൻഷനുള്ളൊരു കാലമായിരുന്നു, ഇപ്പോഴും ആണ് എന്നുള്ളതാണ്. പണമൊക്കെ വരും, ജോലിയിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെങ്കിലും ഒരു അൺസർട്ടനിറ്റി ജോലിയിലുണ്ടാവും. അതായത് ചിലർക്ക് ജോലി മാറേണ്ട സാഹചര്യം വരുമോ എന്നുള്ളൊരു ചിന്ത, ചിലർക്ക് ജോലി മാറിയാൽ എന്താണ് എന്നുള്ളൊരു ചിന്ത വരും. അവരിപ്പോൾ തൽക്കാലം ജോലി മാറാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം പുതിയൊരു ജോലി കിട്ടുവാൻ വിഷമമുള്ളൊരു കാലമാണ്. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഇപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള വാരമല്ല എന്നറിയാം. കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും ഒക്കെ വിനോദം കുറച്ച് അക്കാഡമിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പൊതുവെ അക്കാഡമിക്സിൽ താല്പര്യം കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇതെന്നെ കൊണ്ട് കഴിയോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ഇതിനൊക്കെ കുറച്ചൊരു ഹെൽത്ത് പ്രോബ്ലംസും ഒക്കെ കാണുന്നുണ്ട്. അതായത് അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, ഗട്ട് പ്രോബ്ലംസ്, ഇതൊക്കെ കാണുന്നത് കൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരം കുറയ്ക്കുക, രാത്രികാല സഞ്ചാരം കുറയ്ക്കുക, അതൊക്കെ വളരെ പ്രധാനമാണ്. കലഹം കഴിയുന്നതും ഒഴിവാക്കുക. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ നിയന്ത്രണത്തോടുകൂടി മാത്രം സംസാരിക്കുക എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അപ്പോൾ പൊതുവെയുള്ള ദോഷങ്ങൾ ഒന്ന് കുറയ്ക്കുവാനായിട്ട് നാഗപ്രീതിയാണ് അത്യാവശ്യം. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ കിഴക്ക് ദർശനമായിട്ട്. അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവും. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിനൊരു ക്ഷീണം, അലസത, മടിയൊക്കെ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള താല്പര്യം, അല്ലെങ്കിൽ ഈ കോഴ്സ് എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു തോന്നൽ, പൊതുവെ ഒരു ധിക്കാര സ്വരം ഗൃഹത്തിൽ കാണിക്കുവാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ അവർക്ക് അത്യാവശ്യം ആചാര്യസ്ഥാനീയരിൽ നിന്നുള്ള ഉപദേശമാണ്. അങ്ങനെ പഠന കാര്യങ്ങളിൽ മെച്ചമാവും. ട്യൂഷൻ വേണ്ട വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ്. പൊതുവെ ഒരു കലഹ സ്വഭാവം വരുന്നതുകൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജിലും ഒക്കെ കൂട്ടുകെട്ടൊന്ന് നിയന്ത്രിച്ചോളുക. അതുപോലെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ സംസാരം നിയന്ത്രിക്കുക, കൂടുതൽ ചിന്തിക്കുക, പുഞ്ചിരിയോടുകൂടി കാര്യങ്ങൾ നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊളീഗ്സ് ആയാലും സുപ്പീരിയർ ഓഫീഷ്യൽസ് ആയാലും അവരോടുള്ള സംസാരമൊക്കെ വളരെ സോഫ്റ്റായിട്ട് വേണം എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. ബിസിനസ് പ്രോസ്പെക്ട്സ് ഉണ്ട്, പണം വരാനുള്ള യോഗമുണ്ട്, പുതിയ ബിസിനസ് ഡീൽസൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ എല്ലാം ആദ്യം ഒരു തടസ്സത്തിന് ശേഷമായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശനിയാഴ്ച വ്രതമെടുത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിരിക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ അല്പം ഒന്ന് പ്രയാസപ്പെടുന്ന സമയമാണ്. ഇത് വേണോ അത് വേണോ എന്നൊക്കെയുള്ളൊരു തോന്നൽ. ബിസിനസ് വേണോ അതോ എന്തെങ്കിലും ജോലിക്കായിട്ട് ശ്രമിക്കണോ, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് വരണോ, അവിടെ തന്നെ തുടരണോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുന്നൊരു സമയമാണ്. വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ വിവാഹം വേണോ അതോ പിന്നീട് മതിയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് വളരെ യുക്തിയുക്തമായിട്ട് ചിന്തിക്കുവാനുള്ളൊരു കഴിവ് വേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ വസ്തു വിൽപ്പന, അതിൽ
എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വന്നു, എന്നാൽ വസ്തു വിൽപ്പനയ്ക്ക് ഇപ്പോൾ ആൾ വരുന്ന ഒരു സമയമാണ്, അപ്പോൾ അതിന് പോകണോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. പുതിയ വാഹനം വാങ്ങാനുള്ളൊരു താല്പര്യം വരും. തൽക്കാലം അത് വേണ്ട എന്നുള്ളതാണ്. പഴയ വാഹനം വാങ്ങാൻ ഒട്ടും പറ്റിയ സമയമല്ല, അധിക പണച്ചെലവ് വരുന്നൊരു സമയവുമാണ്. പൊതുവേ ഗൃഹത്തിലൊക്കെ അല്പം അറ്റകുറ്റപ്പണികളൊക്കെ വരാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും വരാനുള്ള സാധ്യതയുണ്ട്. ജലം കൊണ്ട് ചില പ്രയാസങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു നിയന്ത്രണം ഒന്ന് കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ വാരം എന്ന് പറയുന്നത് ചെറിയ വീഴ്ച മുറിവിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവെയുള്ള ഈ പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ഞായറാഴ്ച നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്നവരവിടെ ഒരു ധാര കഴിപ്പിക്കുക. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ കുറച്ചു തരും. ദിവസവും ശിവസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. അവിചാരിതമായിട്ട് വരുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നൽകാം എന്നുള്ളതാണ്. ഒരു പരിചയം കൊണ്ട് പുതിയ ബിസിനസ് ഡീൽസൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു പരിചയം, പുതിയ അവസരങ്ങൾ കലാരംഗത്ത് നൽകാം. പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ആക്ടിങ്ങിനായാലും പാട്ടുപാടാനായാലും ഒക്കെ ഒരു പുതിയ അവസരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ പ്രശസ്തി വർദ്ധിക്കുവാനോ അല്ലെങ്കിൽ നേട്ടങ്ങൾ അന്യരറിഞ്ഞ് നമ്മളെ അംഗീകരിക്കുവാനോ ഉള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. അവിചാരിതമായിട്ട് പണം അല്പം ലഭിക്കും. അത് ഇൻക്രിമെൻറ്റോ സാലറി ബെറ്റർമെൻറ്റോ അല്ലെങ്കിൽ പുതിയ ജോലിക്കുള്ള അവസരം, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഇവയൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നറിയാം. എന്നാൽ അധിക പണച്ചെലവിനുള്ള സാധ്യത ഈ വാരം കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലവൽപ്പം നിയന്ത്രിച്ചോളുക. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. ഗണപതിയെ പ്രാർത്ഥിച്ചോളൂ. ശ്രീ ഗണേശ സ്തോത്രം ദിവസവും ജപിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ചില കാര്യങ്ങളിൽ അവിചാരിതമായിട്ട് വരുന്ന തടസ്സങ്ങൾ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. തടസ്സങ്ങളൊക്കെ കുറഞ്ഞോളും. വാരത്തിൻ്റെ അവസാനം നേട്ടങ്ങൾ കാണുന്നു. പാർട്ടിയിങ്, ആഘോഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗം ഈ വാരമുണ്ട്. അതുപോലെ ജോലിയിൽ നിന്ന് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ജോലി സ്ഥലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ ജോലി മാറുവാൻ പറ്റിയ സമയമല്ല എന്ന് പ്രത്യേകിച്ചറിയാം. ഈ വരുമാനത്തിന് അവിചാരിതമായിട്ട് ചില തടസ്സങ്ങൾ നേരിടുന്ന ഒരു സമയമായതുകൊണ്ട് അതിലും ഒരു ശ്രദ്ധ വേണം. പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കരുത് ഈ വാരം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ കുറച്ചോളൂ. യാത്രകൾ തന്നെ കുറയ്ക്കുക. ഔട്ടിങ്, പുറത്തുനിന്ന് ആഹാരം കഴിക്കുക, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. 48 വയസ്സ് കഴിഞ്ഞവർക്ക്, അതായത് 4ാം വ്യാഴവട്ടം കഴിഞ്ഞവർ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ അല്പം ഒരു മനസമാധാനക്കുറവ് വരുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ, സന്തതിയെ കൊണ്ടോ ജീവിത പങ്കാളിയെ കൊണ്ടോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതൊക്കെ കുറയ്ക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം നാരായണീയ പാരായണം, ശ്രീകൃഷ്ണാവതാരം ഭാഗം പാരായണം ചെയ്തോളൂ. ഈ സൂചിപ്പിച്ച ചില പ്രയാസങ്ങളൊക്കെ മാറും എന്ന് മാത്രമല്ല, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സം അങ്ങോട്ട് നീങ്ങും. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും വന്നു ചേരും. സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യം തന്നെ അറിയാൻ കഴിയും. ധനുരാശിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രാർത്ഥിച്ചോളൂ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങളൊക്കെ ശുഭമായി പോകുവാനുള്ള ഒരു യോഗമുള്ള ഒരു വാരമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരേ സമയം ശുഭമാവില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ബിസിനസ് പ്രോജക്റ്റ് ഇപ്പോൾ റൺ ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയും. ഗവൺമെൻറ് ലൈസൻസോ ഗവൺമെൻറ് ഹെൽപ്പോ ക്വാസി ഗവൺമെൻറ്റൽ ഏജൻസീസിൽ നിന്നുള്ള സഹായമൊക്കെ ലഭിക്കും. പുതിയ പാർട്ട്നേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ, അതായത് ചിലവാകാതിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങോട്ട് മാറും. പുതിയ ബിസിനസ്സൊക്കെ ഓപ്പൺ അപ്പോൾ അതായത് നമുക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. നമുക്ക് താല്പര്യവും വരും പുതിയ ബിസിനസ്സിൽ. അത് പ്രത്യേകം അറിയാം. സിനിമ, TV ഫീൽഡിലൊക്കെ ഉള്ളവർക്ക്
അൺഎക്സ്പെക്റ്റഡ് റൈസിനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ടു ആക്ട് ഓർ സിങ് അത് വരാം. അപ്പോൾ അങ്ങനെ അവാർഡൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം, ആൾക്കാർ നമ്മളെ അഭിനന്ദിക്കുവാനുള്ള ഒരു അവസരം, ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗം, വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വളരെയധികം കാലമായിട്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് വിവാഹം നടക്കാത്തവർ, അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. യോജിച്ച രീതിയിലുള്ളൊരു വിവാഹബന്ധം, യോജിച്ച രീതിയിലുള്ള ജാതകമൊക്കെ വന്നു ചേരുന്ന സമയമാണെന്ന് പ്രത്യേകിച്ചറിയുക. തടസ്സങ്ങൾ മാത്രം നീക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. ഇത്രയും ധാരാളം മതി. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിടുത്തെ അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചില പ്രയാസങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. വസ്തു വിൽപ്പനയ്ക്കായിട്ട് ശ്രമിക്കും. അങ്ങനെ ചില ബാധ്യതകൾ തീർക്കാനായിട്ട് ചില പ്ലാനിങ് ഒക്കെ നടത്തുമെങ്കിലും എല്ലാം ഇങ്ങനെ ഒത്തുവരുന്നതായിട്ട് തോന്നും. പിന്നീട് അതതിന് മറുപടിയൊന്നുമില്ലാത്തൊരവസ്ഥ മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കാം എന്നുള്ളത്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വാരാന്ത്യം, വാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പുതിയ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്നവർക്കൊക്കെ ഈ വാരം അത്ര അനുകൂലമല്ല. വരുമാനം അല്പം ഒന്ന് കുറയുവാനുള്ള സാധ്യത പ്രകടമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ചിലവ് നിയന്ത്രിക്കണം. ആഡംബരങ്ങൾക്കായി നമ്മൾ പണം ചിലവാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തൽക്കാലം വേണ്ട. ഗൃഹത്തിനോ വാഹനത്തിനോ ചെറിയ റിപ്പയർ ഒക്കെ വരുന്ന ഒരു സമയമാണെന്നും അറിയാം. ആരോഗ്യപരമായിട്ട്, അതായത് കണ്ണിന് വേദനയോ അല്ലെങ്കിൽ ക്ഷീണമോ തലവേദനയോ തലയ്ക്ക് ചെറിയ തലകറക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ മണ്ടപ്പുറ്റ് ഒക്കെ വഴിപാടായിട്ട് നടത്തുന്നവർക്ക് ആ ടെൻഷൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറും. ദേവീ സ്തോത്രം ദിവസവും ജപിച്ചോളൂ. അതാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം, അടുത്ത ദേവീക്ഷേത്ര ദർശനം ഒക്കെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. ദേവീ സ്തോത്രം, മഹാലക്ഷ്മി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടായിരുന്ന ടെൻഷനും ഒക്കെ മാറും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പല ടെൻഷൻസും ഉണ്ടാവും. വാഹനത്തിന് റിപ്പയർ വർക്ക്, അങ്ങനെയുള്ള ചിലവ്, ഗൃഹത്തിന് ചെറിയ റിപ്പയർ വർക്ക്, ആ ചിലവ് കൊണ്ടും ഒക്കെ കയ്യിലുണ്ടായിരുന്ന പണം പല വഴിക്ക് പോകുമെങ്കിലും ആവശ്യത്തിനൊക്കെ പണം വന്നു ചേരും. ആൾക്കാരുടെ സഹായം പെട്ടെന്ന് ലഭിക്കും. ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലർ വളരെ അടുപ്പമുള്ളവർ പണം വേണോ അല്ലെങ്കിൽ ചിട്ടി മുഖേനയൊക്കെ വരാം പണം. അപ്പോൾ അങ്ങനെയുള്ള ഈ റെൻറ്റ്, വാടക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഗൃഹത്തിൽ പാർട്ടിഷനൊക്കെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബസ്വത്ത് അധീനത്തിൽ വന്ന് ചേരുവാനോ അതിൻ്റെ ട്രാൻസാക്ഷനോ ഒക്കെ ഭാഗ്യമുള്ള സമയമാണ്. അതുപോലെ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. അതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. രചനാ വൈഭവമുള്ളവർക്ക്, എഴുത്തുകാർക്കും ഒക്കെ നല്ല സമയമാണ്. അധ്യാപകർക്കും നല്ല സമയമാണ്. അവർക്ക് അവാർഡോ അല്ലെങ്കിൽ അഡീഷണൽ ഡിഗ്രിക്കോ ഒക്കെയുള്ള ഭാഗ്യമുണ്ടെങ്കിൽ പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുക. ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്, അവർക്കൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഫോറിൻ അസൈൻമെൻറ്റ്സ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം. ഇങ്ങനെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. എങ്കിലും ഏഴര ശനിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എല്ലാം ആദ്യം ഒരു തടസ്സത്തിന് ശേഷമായിരിക്കും ലഭിക്കുക. ശരീരം വളരെ ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളും കാണുന്നു. ശിവസ്തോത്രം ദിവസവും ജപിക്കണം. ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ ഉണ്ടാവണം. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം, ഒരു മുഹൂർത്തകാലം പ്രാർത്ഥനയും എല്ലാ പ്രയാസങ്ങളും നീക്കും. ധർമ്മശാസ്താവിനെ കൂടി പ്രാർത്ഥിച്ചോളൂ. തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. അതായത് ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ അറിയിക്കുക. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആകാം. പരിഹാര നിർദ്ദേശങ്ങൾ ഇവിടെ തന്നെ നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയുക. മിസ് ദേവി പോവയിൽ നിന്നാണ്. I am 30. I am Chingam Rashi. I want to know about my marriage. I had an affair with a boy for nearly 6 years.
but unfortunately, for no reason, he broke it. And I don't know the reason even. Now we were in very good, there was a mental union between us, and I'm a bit depressed. That is what she says. Don't worry at all. What you have to do is chant Shiva Parvati Stotram. Shiva Parvati Stotram every day facing eastern direction. And within 6 months, you are likely to get married. You are likely to get married, and you will get a good marriage also, because 7th Lord is very strong, and it is likely to give you a well-placed person. As Shukra is also involved, he might be an artist as well. Either he might be an actor, part-time actor, or part-time singer. An artistic person is likely to come into your life, and he will make you happy, no doubt about it. Be confident and happy. കാർത്തിയായനി അമ്മ വണ്ടൂർ മകളുടെ കാര്യമാണ് അറിയേണ്ടത്. മകൾ ബിടെക് MBA ആണ്. വിവാഹമൊന്നും ശരിയാകുന്നില്ല എന്ന് മാത്രമല്ല, മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്നു, കുറച്ചൊരു വാശിയും ദേഷ്യവും ഒക്കെ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂരം നക്ഷത്രമാണ്, പൂരമാണ് അല്ലേ, നമ്മൾ നോക്കിയപ്പോൾ പൂരമാണ് വരുന്നത് കേട്ടോ. പൂരം നക്ഷത്രമാണ്. ഇപ്പോൾ സമയം പൊതുവെ അത്ര അനുകൂലമല്ല. ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ അധികം ഇപ്പോൾ ചിന്തിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ തെറ്റുപറ്റാം എന്നുള്ളതാണ്. കുറച്ചൊരു കോപ സ്വഭാവമൊക്കെ ഏറിയിരിക്കും. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാരായണീയ ശ്രവണം അല്ലെങ്കിൽ പാരായണം. നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം ദിവസവും പാരായണം ചെയ്യുക, അല്ലെങ്കിൽ കേൾക്കുക അർത്ഥം സഹിതം. മനസ്സിന് സമാധാനവും സന്തോഷവും വരും. ഈ അല്പം ടെൻഷൻ കൊണ്ടാണ് ഇറിറ്റബിലിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും, നല്ലൊരു ഭാവിയുണ്ട്. നല്ല രീതിയിൽ ഏതായാലും ഒരു 9 മാസം കൂടി കഴിയട്ടെ, എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ഇത് പരിശോധിക്കാവുന്നതാണ് കേട്ടോ. സന്തോഷമായിരിക്കും. പുഷ്പാങ്കദൻ ചിറയൻകീഴ്, നക്ഷത്രം പൂയം, ബിസിനസ് എങ്ങനെയാണ്? 50 വയസ്സായി. 12 വ്യാഴനുള്ള ജാതകമാണ്. അപ്പോൾ ബിസിനസ് പൊതുവെ അത്ര അനുയോജ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ബിസിനസ് നന്നായിട്ട് പോയിട്ടുണ്ടാവും, പക്ഷെ പണം ഒന്നും നിൽക്കില്ല കയ്യിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ 12 വ്യാഴനുള്ളത് കൊണ്ട്. അപ്പോൾ ബിസിനസ്സിനേക്കാൾ എവിടെയെങ്കിലും ജോലി, ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ തന്നെ കുറച്ചുകൂടെ വലിയ സ്ഥാപനത്തിൽ ഒരു എവിടെ ഒരു ജോലി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. വേണ്ടത്ര ബാധ്യതയുണ്ടെന്നുള്ളൊരു സൂചനയുണ്ട്. വളരെയധികം ബാധ്യത വന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ പ്രകടമായിട്ട് ഇങ്ങനെ ആഡംബരം ഒന്നും കാണുകയില്ല. കയ്യിൽ പണം നിൽക്കില്ല. സഹായിക്കാനുള്ളൊരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് പലരും പണം കൊണ്ടുപോയിട്ടുണ്ടാകും. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്തോളൂ, മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിച്ചോളൂ. ദേവി കൂടെ ഉണ്ടാവും. 9 മാസത്തിനകം സാമ്പത്തികമായിട്ട് മെച്ചമാവും, ഒരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. കൃഷ്ണൻ ശാന്തി ഒറ്റപ്പാലം, അടിസ്ഥാനപരമായിട്ടൊരു കർമ്മിയാണ്. പൂജകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. ഉത്രട്ടാതി നക്ഷത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം 7 ശനിക്കാലമാണ്, അതറിയാലോ. കർമ്മം നടത്തുന്ന ഒരാളല്ലേ. ഇപ്പോൾ വ്യാഴൻ അനുകൂല ഭാവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. ഇപ്പോൾ കുറേ ബാധ്യതയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുന്ന ഒരു 5 മാസത്തിനകം തന്നെ സാമ്പത്തികമായിട്ട് മെച്ചമാവും. ഈ ബാധ്യത കുറയ്ക്കുവാനും കഴിയും. ഇപ്പോൾ വീട്ടിലുള്ള ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് നെയിമും എവിടെ നിന്നാണ് അയക്കുന്നതെന്നുള്ള പ്ലേസും ഉണ്ടായിരിക്കണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവയും ഉണ്ടായിരിക്കണം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.